ഇതിനകത്ത് പഴംപൊരിയുടെ അംശമുണ്ട്. എന്തൊരു വൃത്തിയോടെ ഇയാൾ കാണിക്കുന്നത്. ഇത് എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ ഇത് മേടിക്കുന്നത്? എൻ്റെ റിഫൈൻഡ് പാം ഓയിൽ വാങ്ങിച്ചിട്ട് ആ കവർ അതിനകത്ത് കൂടി ഇട്ട് പൊരിപ്പ് വേണം ഉണ്ടാക്കും അല്ലേ? മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തിയെന്ന് പറയേണ്ടി വരും. കാര്യം കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ എണ്ണപ്പലഹാരങ്ങൾ തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ആ സ്ഥാപനം പൂട്ടിയിട്ടുണ്ട്. എന്താ നമ്മളിവിടെ കണ്ടെത്തിയത്? പ്ലാസ്റ്റിക് ഉരുക്കി ഉഴുന്നുവട പഴംപൊരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു. ഈ തിളച്ച എണ്ണയിലേക്ക് ഇത് ഉരുക്കി ചേർക്കുന്നു. അപ്പോൾ ഉരുകി ചേർത്ത ഭാഗവും ഇതിൻ്റെ എല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. ഇപ്പോൾ കട ക്ലോസ് ചെയ്യാൻ അനധികൃതമായിട്ടാണ് കട പ്രവർത്തിച്ചു വരുന്നത്. ലൈസൻസ് പോലും എടുത്തിട്ടില്ല, ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിൾ റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടും വിശ്വസനീയമല്ല. കാരണം ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് വീഴ്ചയെന്ന് പറയാൻ പറ്റത്തില്ല, ബോധപൂർവ്വം നടത്തിയ ശ്രമമെന്നേ പറയാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കുക എന്ന് പറയേണ്ടി വരും. അത് ലോകത്ത് മനുഷ്യന് മാത്രമേ ഉള്ളൂ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ചെയ്യുന്നത്. അത് ഇവിടെ നേരിട്ട് കണ്ടു സംഭവമാണ്. കട പൂട്ടി ക്ലോസ് ചെയ്തു. ഇനി നടപടിയായിട്ട് മുമ്പോട്ട് പോകും. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടി നേരിടേണ്ടി വരും. അനധികൃതമായിട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന് വേറെ നടപടിയും ഇവിടെ എടുക്കുന്നുള്ള ശിക്ഷാ നടപടികളും പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളും. ക്യാൻസർ അടക്കമല്ല, ക്യാൻസർ ഉണ്ടാവും. ഇത് കാരണം നമുക്ക് ഭക്ഷണത്തിനകത്ത് എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ വരെ കഴിക്കുന്നതാണ്. മാത്രമല്ല ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാരാണോ പാചകക്കാർ, അത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു? ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് ഹെൽത്ത് കാർഡ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതും ഇപ്പം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവരുടെ ആധാർ കാർഡും മാറ്റി നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മറ്റുള്ള കടകളിലേക്ക് നമ്മൾ പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യാപിപ്പിക്കണമല്ലോ. ഈ സാഹചര്യത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കട ഉടമയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നെന്ന് പറയേണ്ടി വരും. കാര്യം നമ്മളൊക്കെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ വിഷം കലർത്തിയത്. പ്ലാസ്റ്റിക് പുറത്തു പോലും ഇടരുത് എന്ന് നിരന്തരം സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോഴാണ് പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുക്കി ഒഴിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഞെട്ടിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ക്യാമറമാൻ ഷനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.